നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് NIOS +2 സോഷ്യോളജിയുടെ ചാപ്റ്റർ 12 മാരേജ്. അപ്പോൾ അതിൻ്റെ പാർട്ട് 1 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. വലിയ ചാപ്റ്ററാണ്, അപ്പോൾ അതുകൊണ്ട് പാർട്ട് 1 കാണാത്ത ആളുകൾ കാണുക. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പാർട്ട് 2 ആണ്. പാർട്ട് 2ൽ പ്രധാനമായിട്ടും മാരേജസിനെ നമുക്ക് ഒരു 4 രീതിയിൽ തരംതിരിക്കാം. ആ 4 എണ്ണമാണ് നമുക്ക് ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് മുസ്ലിംസിൻ്റെ മാരേജ് എങ്ങനെയാണ്, മുസ്ലിംസിൻ്റെ ഡിവോഴ്സ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളും കൂടി നമ്മൾ നോക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ മാരേജ് ടൈപ്പ് എന്ന് പറയുന്നത് പാരലൽ കസിൻ മാരേജ്. ശ്രദ്ധിച്ച് കേൾക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ മനസ്സിലാവില്ല. അപ്പോൾ ഒരു വ്യക്തി ആ വ്യക്തിയുടെ അച്ഛൻ്റെ സഹോദരൻ്റെ മകനെയോ അല്ലെങ്കിൽ മകളെയോ, അതുമല്ലെങ്കിൽ അമ്മയുടെ സഹോദരിയുടെ മകനെയോ മകളെയോ വിവാഹം കഴിക്കുന്നതാണ് പാരലൽ കസിൻ മാരേജ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒന്നുകിൽ എൻ്റെ അച്ഛന് ഒരു സഹോദരി ഉണ്ട്, ആ സഹോദരിയുടെ മകനെ കല്യാണം കഴിക്കുന്നു. അതുമല്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയുടെ സഹോദരൻ്റെ മകനെ കല്യാണം കഴിക്കുന്നതിന് എന്തെന്ന് പറയുന്നു? പാരലൽ കസിൻ മാരേജ്. കസിൻസിൻ്റെ ഇടയിൽ നടക്കുന്ന മാരേജ്. ഈ മുറച്ചെറുക്കന്മാരുടെ ഇടയിലൊക്കെ നടക്കുന്ന വിവാഹം ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ പാരലൽ കസിൻ മാരേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി നമുക്ക് അടുത്ത ഒരു വിവാഹ രീതിയിലേക്ക് നോക്കാം. അതാണ് ക്രോസ് കസിൻ മാരേജ്. ക്രോസ് കസിൻ മാരേജ് എന്താണെന്ന് വെച്ചാൽ, അമ്മയുടെ സഹോദരൻ്റെ മകളെയോ അതുമല്ലാന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ സഹോദരിയുടെ മക്കളെയോ വിവാഹം കഴിക്കുന്നതാണ് ക്രോസ് കസിൻ മാരേജ്. എന്ന് വെച്ചാൽ, എൻ്റെ അമ്മയ്ക്ക് ഒരു സഹോദരനുണ്ട്, ആ സഹോദരനൊരു മകളുണ്ട്, അവളുടെ പേര് ദീപ എന്നാണ്. അതേപോലെ തന്നെ എൻ്റെ അച്ഛൻ്റെ സഹോദരിക്ക് ഒരു മകനുണ്ട്, പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവീൺ എന്നാണ്. അപ്പം ദീപയും പ്രവീണും തമ്മിലുള്ള കല്യാണത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രോസ് കസിൻ മാരേജ്. അപ്പം എൻ്റെ അമ്മയ്ക്ക് സഹോദരൻ്റെ മകനെ കൊണ്ട് എൻ്റെ അച്ഛൻ്റെ സഹോദരൻ്റെ മകനെയോ മകളെയോ കല്യാണം കഴിപ്പിക്കുന്നു, അല്ലെങ്കിൽ തിരിച്ചു ആവാം. ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ക്രോസ് കസിൻ മാരേജ് എന്ന് പറയുന്നു. ക്ലിയർ ആയോ? മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. എന്താണ് മൂന്നാമത്തെ ടൈപ്പാണ് കേട്ടോ, ലിവറേറ്റ് വിവാഹം. ലിവറേറ്റ് വിവാഹം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാൽ അവളെ ആ ഭർത്താവിൻ്റെ സഹോദരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്ന രീതി. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, എൻ്റെ ഭർത്താവിന് ഒരു സഹോദരനുണ്ട്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഭർത്താവിൻ്റെ സഹോദരനെ വിവാഹം കഴിക്കുന്ന രീതിയാണ് നമ്മൾ ലിവറേറ്റ് വിവാഹം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കാനായിട്ടുള്ളത് സോറേറ്റ് വിവാഹം. നേർത്ത ഓപ്പോസിറ്റാണ്. അതായത് ഒരു പുരുഷൻ്റെ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ആ ഭാര്യയുടെ സഹോദരിയെ വിവാഹം കഴിക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, എനിക്കൊരു സഹോദരി ഉണ്ട്, എൻ്റെ ഭർത്താവ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ മരിച്ചുപോയി. അപ്പോൾ എന്ത് ചെയ്തു? എൻ്റെ ഭർത്താവിന് എൻ്റെ അനിയത്തെ വിവാഹം കഴിക്കാനുള്ള ഇതുണ്ട്. അതിനെയാണ് നമ്മൾ സോറേറ്റ് വിവാഹം എന്ന് പറയുന്നത്. ഇത്രയുമാണ്, ഈ 4 ഫോംസാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാരേജിൻ്റെ അകത്ത് വരുന്നത്. അതായത് പ്രിഫറൻഷ്യൽ ടൈപ്സ് ഓഫ് മാരേജിൻ്റെ അകത്ത് വരുന്നത്. പഠിച്ചു വച്ചേക്കാൻ 2 മാർക്കിന് ഉറപ്പായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. പിന്നെ കുറച്ച് ശ്രദ്ധിച്ചിരുന്നാലേ ഈ ഒരു കാര്യം മനസ്സിലാവത്തുള്ളൂ. അടുത്ത് നമുക്ക് നോക്കാം, എന്താണ് അല്ലെങ്കിൽ ഫോംസ് ഓഫ് മുസ്ലിം മാരേജ്, മുസ്ലിം വിവാഹ രൂപങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ടുള്ളത് നിക്കാഹ് എന്ന് പറയുന്നത്. നമുക്കറിയാം, മുസ്ലിംസിൻ്റെ ഇടയിൽ പ്രധാനമായിട്ടും പ്രചാരം നേടിയിട്ടുള്ള ഒരു രൂപമാണ് നിക്കാഹ് എന്ന് പറയുന്നത്. അതായത് നിക്കാഹ് എങ്ങനെയാണ് നടത്തുന്നതെന്ന് ചോദിച്ചാൽ, മുസ്ലിംസിൻ്റെ അകത്ത് പുരുഷനും സ്ത്രീക്കും 2 പേർക്കും വിവാഹം കഴിക്കാൻ സമ്മതം ഉണ്ടായിരിക്കണം. അവരുടെ സമ്മതത്തോട് കൂടിയിട്ട് നടത്തുന്ന വിവാഹമാണ് നിക്കാഹ് എന്ന് പറയുന്നത്. ഈ വിവാഹ സമയത്ത് വധുവിന് വരനോ അല്ലെങ്കിൽ വരൻ്റെ ബന്ധുക്കളോ പണമോ സമ്മാനങ്ങളോ നൽകുന്ന ഒരു ചടങ്ങുണ്ട്. ഇതിനെ നമ്മൾ മഹർ എന്ന് പറയുന്നു. ഇതാണ് നിക്കാഹ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പം നിക്കാഹ് എന്താണെന്ന് വെച്ചാൽ, മുസ്ലിംസിൻ്റെ ഇടയിൽ വളരെ പ്രചാരം നേടിയിട്ടുള്ളൊരു വിവാഹ രൂപമാണ്. പുരുഷനും സ്ത്രീയുടെയും സമ്മതത്തോടു കൂടിയിട്ട് നടത്തുന്ന ഒരു വിവാഹമാണ് എന്തെന്ന് പറയുന്നത്? നിക്കാഹ് എന്ന് പറയുന്നത്. ഈ നിക്കാഹിൽ നിർബന്ധമായിട്ടൊരു ചടങ്ങുണ്ട്. വധുവിന് പണമോ അല്ലെങ്കിൽ സമ്മാനങ്ങളോ നൽകുക. അതിനെയാണ് നമ്മൾ മഹർ എന്ന് പറയുന്നത്. വളരെ നിർബന്ധമാണ്. രണ്ടാമത്തെ ഒരു വിവാഹ രീതി എന്ന് പറയുന്നത് മുദ എന്ന് പറയുന്ന വിവാഹ രീതിയാണ്. മുദ എന്ന് വെച്ചാൽ താൽക്കാലികമായിട്ടുള്ള വിവാഹമാണ്. എന്ന് വെച്ചാൽ ഈ മുദ നടക്കുന്നത് ഷിയ മുസ്ലിംസിൻ്റെ ഇടയിലാണ്. ഷിയ മുസ്ലിംസ് സുന്നി മുസ്ലിംസ് കൊണ്ട് ഷിയ ഉണ്ട്. അപ്പം ഷിയ മുസ്ലിംസിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു വിവാഹ രൂപമാണ് മുദ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കോൺട്രാക്ട് മാരേജ് എന്ന് പറയാം.
ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രമുള്ള വിവാഹം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ 1 മാസത്തേക്കോ അല്ലെങ്കിൽ ഒരു 6 മാസത്തേക്കോ ഒക്കെ നടക്കുന്ന ഒരു വിവാഹത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മുത എന്ന് പറയുന്നത്. ഓർക്കുക, ഈ മുത പ്രകാരം ഒരു കല്യാണം നടന്നു കഴിഞ്ഞാൽ ആ ഭർത്താവിൻ്റെ സ്വത്തിൽ ഭാര്യയ്ക്ക് അവകാശം കാണില്ല. മറിച്ച് അവർക്കൊരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അച്ഛൻ്റെ സ്വത്തിൽ അവകാശം കാണും. മനസ്സിലായോ? അപ്പം ഈ മുതപ്രകാരം ഒരു ഇവർക്കിടയിൽ ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് അവകാശം കാണത്തില്ല, പക്ഷേ ആ കുട്ടിക്ക് എന്ത് കാണും? ആ സ്വത്തിൽ അവകാശം കാണും. അതാണ് മുതയിൽ പറയുന്നത്. ഇനി മൂന്നാമതുള്ളൊരു വിവാഹ രൂപമാണ് ഫസിദ്. ഫസിദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപ്രകാരം, അതായത് ചില പിഴവുകൾ വഴി നടക്കുന്ന വിവാഹമാണ്. ഫസിദ് എന്ന് വെച്ചാൽ മുസ്ലിംസിൻ്റെ ഇടയിൽ നടക്കുന്ന വിവാഹം തന്നെയാണ്, പക്ഷേ അതിൻ്റെ അകത്ത് എന്തുണ്ടാക്കും? കുറച്ച് നിയമത്തിൻ്റെ പിഴവുകൾ സംഭവിക്കാം. എക്സാമ്പിൾ പറഞ്ഞാൽ എന്താണ്? വിവാഹത്തിന് സാക്ഷികൾ കാണൂല, ചില ആളുകൾ മഹർ കൊടുക്കൂല, ചില നിയമങ്ങളും ചില മതപരമായിട്ടുള്ള നിയമങ്ങൾ പാലിക്കത്തില്ല. അങ്ങനെയൊക്കെ നടക്കുന്ന വിവാഹത്തിന് പറയുന്ന പേരാണ് ഫസിദ് എന്ന് പറയുന്നത്. ഫസിദ് ക്ലിയർ ആയോ? അതായത് ഒന്നുമില്ല, ചില നിയമപ്പിഴവുകളോട് കൂടിയിട്ട് നടക്കുന്ന വിവാഹത്തിന് നമ്മൾ ഫസിദ് എന്ന് പറയുന്നു. അടുത്ത ഒരു വിവാഹമാണ് ബാറ്റിൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നിയമപരമായിട്ട് അസാധുവായിട്ടുള്ളൊരു വിവാഹമാണ് ബാറ്റിൻ എന്ന് പറയുന്നത്. അതായത് ഒരിക്കലും നമുക്ക് ശരിപ്പെടുത്താൻ പറ്റത്തില്ല. മറ്റേ വിവാഹം ഫസിദിൽ നമുക്ക് വേണമെങ്കിൽ എന്താ സാക്ഷികളെ ആക്കിയിട്ടോ അതോ അല്ലാന്നുള്ള വീണ്ടും മഹർ കൊടുത്തിട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ശരിയാക്കാമായിരുന്നു. പക്ഷേ ബാറ്റിൻ എന്ന് പറയുന്ന വിവാഹ രീതിയെ നമുക്ക് ഒരിക്കലും ശരിയാക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ചില ആളുകൾ രക്തബന്ധത്തിൽപ്പെട്ട ആളുകളായിരിക്കും കല്യാണം കഴിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ സഹോദരനും സഹോദരിയും തമ്മിലുള്ള വിവാഹം. മനസ്സിലായോ? അങ്ങനെ നമുക്ക് ഒരിക്കലും അത് നന്നാക്കാൻ അല്ലെങ്കിൽ ശരിയാക്കാൻ പറ്റാത്തൊരു വിവാഹ രൂപമാണ് ബാറ്റിൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പം ഇത്രയുമാണ് മുസ്ലിംസിൻ്റെ ഇടയിലുള്ള വിവാഹ രൂപങ്ങൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ ചോദിക്കാം, എസ്സേ ആയിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നായിട്ടെടുത്ത് ചോദിക്കാം. അപ്പോൾ അത് പഠിച്ച് വെച്ചേക്കണം. അടുത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മുസ്ലിം ഡിവോഴ്സ്. മുസ്ലിംസിൻ്റെ ഡിവോഴ്സ് ഏതൊക്കെ ടൈപ്സിലുണ്ട്? ഒന്നാമതെന്ന് പറയുന്നത് തലാഖാണ്. തലാഖ് എന്ന് വെച്ചാൽ നമുക്കറിയാം, തേന്മാവിൻ കുമ്പത്തോ ഏതോ ഒരു ഫിലിമിനകത്തുണ്ട്. അതായത് ഇസ്ലാമിൽ പുരുഷന് അദ്ദേഹത്തിൻ്റെ സ്ത്രീനെ വിട്ടയക്കണം അല്ലെങ്കിൽ നിയമപരമായിട്ട് വേർപിരിക്കണമെങ്കിൽ അദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്തുന്ന ഒരു വിവാഹമോചനമാണ് തലാഖ് എന്ന് പറയുന്നത്. 3 തലാഖ് ചൊല്ലിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഭാര്യനെ വേർപ്പെടുത്തുന്നു. ഇനി അടുത്ത് രണ്ടാമത് വരുന്നത് ഖുവ എന്ന് പറയുന്ന ഒരു ഡിവോഴ്സാണ്. അതെന്ന് വെച്ചാൽ സ്ത്രീയാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. മറ്റേത് പുരുഷൻ പറയുന്നു, ഇത് സ്ത്രീ പറയുന്നു. എനിക്കെന്ത് വേണം? വിവാഹമോചനം വേണമെന്ന് സ്ത്രീ ആവശ്യപ്പെടുന്നതാണ് ഖുവ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഭർത്താവിന് എന്ത് വേണം? സമ്മതം വേണം. സാധാരണ ആയിട്ട് ഇങ്ങനെ ഖുവ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഹർ തിരിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് നിർബന്ധമായിരിക്കും. അടുത്ത് വരുന്ന ഒരു ഡിവോഴ്സ് ഫോമാണ് മുബാറത്ത് എന്ന് പറയുന്നത്. അതായത് ഇരുവരും സ്വമേധയായിട്ട് വിവാഹമോചനത്തിന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മുബാറത്ത് എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് നമുക്ക് ആ ഒരു മാരേജ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 2ാം ഭാഗത്തിനകത്ത് പഠിക്കാനായിട്ടുള്ള. ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ തീർന്നു, ആ ഒരു ചാപ്റ്റർ തീർന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ നോക്കുക. നോട്ടോ PDF അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഇതിൻ്റെ ബയോയിൽ, യൂട്യൂബിൻ്റെ ബയോയിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കാണും. അതിലൊന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്കത് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങളുടെ എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ.